ഒന്നായി ചേർന്നു പാടാം, അനുഭവിക്കാം. ഒന്നായി ചേർന്നു പാടാം, സ്വർഗവാണി സ്വർഗവാണി. സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും സ്വർഗവാണി ഒരുപിടി നല്ല ഗാനങ്ങളുമായി നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു തുടങ്ങുക. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, പോയിട്ട് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാരാണ് വിളിക്കുന്നത്? അന്ന അന്ന വീരസ്. അന്ന വീരസ്. അന്ന വീരസ്. നിങ്ങളെ എന്നും ഞങ്ങളുടെ ആന്റിക്ക് ആ കോള് കിട്ടിയതിന്റെ ആ ഒരു സന്തോഷമാണല്ലേ? ശരി, മാത്രമേ കേൾക്കുന്നുള്ളൂ, പറയുന്നൊന്നും മനസ്സിലാവില്ല. പാട്ടുകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഓ ശരി. അന്നാണ്ടി, എന്തുകൊണ്ട് വിശേഷമൊക്കെ നാട്ടിൽ? നാട്ടിൽ നല്ല വിശേഷം. ആണോ? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മഴ ഉണ്ട്. ഓ, മഴയുണ്ടല്ലേ. ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടില് ഞാനും എന്റെ ഭർത്താവും. ആണോ? മക്കളൊക്കെ? മക്കള് ഒരാള് ചെന്നൈയില. ആഹാ. മോള് പിന്നെ മോൻ നാട്ടിലുണ്ട്. ഓ ശരി ശരി. ഓക്കെ. അങ്കിൾ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അങ്കിളിന്റെ സൗണ്ട് ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടോ. ആങ്കിള് സുഖമായിരിക്കണം, ഇവിടെ ഉണ്ട്. ആണോ? ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. പറയാ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള TV പ്രോഗ്രാം കാണാറുണ്ടോ? സ്ഥിരം കാണാറുണ്ട്. ഓ, സ്ഥിരം കാണാറുണ്ട് എന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ആണോ? ഓ ശരി ശരി. അപ്പൊ ആന്റി, ഈ അന്നക്കുട്ടി ആന്റി, ഈ വിളിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ നല്ലൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ആന്റി, ഞങ്ങളൊരു പാട്ട് പാടാമോന്ന് ചോദിച്ചപ്പം ഒരു നിമിഷം പോലും സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ പാടി, ടപ്പേന്ന് പാടി. ഇന്ന് ഞങ്ങൾ ആന്റിക്ക് വേണ്ടി ഏത് പാട്ടാ പാടേണ്ടത്? എന്റെ ദൈവ സിംഹാസനം എന്നുള്ള പാട്ട്. എന്റെ ദൈവം സ്വർഗസിംഹാസനം അല്ലേ? ഓക്കെ. ആ പാട്ടിനകത്ത് ഏത് വരികളാ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ വരികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആണല്ലേ? നമ്മള് ദൈവസന്നത്തിലേക്ക് പോകുന്ന പോലെ ആ വരികളൊക്കെ കേട്ടാല്. ഏത് വരി ആന്റി? അതിലെ 12ാമത്തെ ഇല്ലേ? ഏതാ? കല്യാണശാലയിൽ എന്നെ വിളിച്ചിന്റെ. ഓ ശരി ശരി. അപ്പം ആ പാട്ടിന്റെ ആ സ്റ്റാൻസ് തന്നെ ഞങ്ങൾ ആന്റിക്ക് വേണ്ടി പാടാം. ഓക്കെ. അപ്പം വീണ്ടും വിളിക്കണം. ഓക്കെ. എല്ലാരും അന്വേഷണം അറിയിക്കണേ. പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓ താങ്ക് യു സോ മച്ച്. ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. ശരി. ഓക്കെ ആന്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. കുന്നംകുളത്തുനിന്ന് വിളിച്ച അന്ന വീരസ് ആന്റി. അതെ, ആന്റി നല്ല ഹാപ്പി മൂഡിലാണ് സംസാരമൊക്കെ. അതാ വിളിച്ചിട്ട് കിട്ടിയതിന്റെ സന്തോഷമാണ് ആന്റി പ്രകടിപ്പിച്ചത്. അപ്പം ആന്റി നല്ലൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, നല്ലൊരു പാട്ട് പാടി ഒട്ടും ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ. അപ്പൊ നമുക്ക് ആന്റിക്ക് വേണ്ടിട്ട് ആ മനോഹരമായ പാട്ട് പാടിയിട്ട് വേഗം തിരിച്ചു.
ഒരു പാട്ടാണ് പാടിയത്. അതെ, ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത കോളിലേക്ക് കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഇതാരാണ്? എന്റെ പേര് ആയിഷ. ആയിഷ. ഐഷ. ആയിഷ ESH. ആ, ഓക്കെ. എവിടെ നിന്നാണ് ആന്റി വിളിക്കുന്നത്? കൊല്ലം. കൊല്ലം. കൊല്ലത്ത് നിന്ന് ആയിഷ. ആയിഷ അല്ല, ഐഷ. ആയിഷ. ഓക്കെ. ആ, ഓക്കെ ആന്റി. ഓക്കെ. ഓക്കെ. ആഹാ, ആന്റി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ എന്റെ ഹസ്ബൻഡ് മാത്രം, ഞാനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. ഓ, മക്കളൊക്കെ? എനിക്ക് 2 മക്കള്. ആ. രണ്ടുപേരും കല്യാണം കഴിച്ച് രണ്ടിടത്താണ്. ഓ ശരി. ഓ, ശരി. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഇപ്പൊ ഇവിടെ. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? സ്വർഗവാണി കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഓക്കെ ആന്റി, അപ്പം നല്ലൊരു പാട്ട് നമ്മുടെ സ്വർഗവാണി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടും, 4 പേരെ. ഞാനോ? ആ, ഞാൻ പാട്ട് പറയാം. കുഴപ്പമില്ല, പറയുമ്പോൾ ട്യൂൺ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോന്നോളും. പാട്ട് പാടാൻ പറഞ്ഞപ്പോഴേ ഇത് പോയി. അതെ. അപ്പൊ ആ ഒരു സന്തോഷത്തോടെ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാട്. തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാൻ. ഓ, ഐഷ ആന്റി വളരെ നന്നായി പാടി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു പാട്ട് പറയുമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആന്റി അതിന്റെ കൂടെ ഒരു മ്യൂസിക്, ഒരു ട്യൂണും കൂടെ ചേർത്തു കേട്ടോ. വിളിക്കുന്നവരെല്ലാം പാടണമെന്നാണ് ഇവിടുത്തെ നിയമം കേട്ടോ. ഓക്കെ. അപ്പൊ ആന്റി, അപ്പൊ ഞങ്ങൾ ഇന്ന് ആയിഷ ആന്റിക്ക് വേണ്ടി, മക്കൾക്കൊക്കെ വേണ്ടി പാടേണ്ട പാട്ട് ഏതാ? പിന്നെയോളം എന്നെ നടത്തി. ആ പാട്ടറിയാവോ? പിന്നെ അറിയാം. അപ്പൊ ഞങ്ങളൊരു പാട്ട് ചോദിച്ചപ്പോ ആന്റി ട്യൂണായിട്ട് പാടി. പാട്ട് പറയുമല്ലോ ചെയ്തു, പാടി. അപ്പം ഐഷ ആന്റിക്ക് വേണ്ടി ഞങ്ങള് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്നുള്ള പാട്ട് പാടാം. ഓക്കെ. സ്തോത്രം. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഐഷ ആന്റി ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അപ്പം നമ്മളെ വിളിച്ചത് കൊല്ലത്തു നിന്ന് ഐഷ ആന്റിയാണ്. അതെ. അപ്പം കുറച്ചു നേരം നമ്മളോട്ടൊക്കെ സംസാരിച്ച് നല്ല രസകരമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ പറഞ്ഞു. പാട്ട് ഞാൻ പറയത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടി. അങ്ങനെ ഒത്തിരി സന്തോഷം. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. ഓക്കെ.
നിന്നും മാറ്റിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നുമെന്നും മാറ്റിയായവൻ. നമുക്കൊരു ഫംഗ്ഷനിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു പാട്ടാണ് പാടിയത്. അതെ, എപ്പോൾ പാടിയാലും നമ്മുടെ കണ്ണും നിറഞ്ഞു പോകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പാട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ബലപ്പെടുത്തും, സ്പർശിക്കുന്ന വരികളാണ്, പാട്ടാണ്. അപ്പം ഈ പാട്ട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പ്രിയ ആയിഷ ആൻ്റിയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കപ്പോൾ അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. നന്ദി വിളിച്ചത് നന്ദി. ഓക്കെ, ആരാണ് വിളിക്കുന്നത്? ഞാൻ വർഗീസിൽ പറഞ്ഞ ആളാണ്. വർഗീസ്, ചെങ്ങന്നൂര്. അതെ. ഓക്കെ. വർഗീസ് അങ്കിളെ, എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ എന്നും പ്രോഗ്രാം കാണാറുണ്ടായി. ഓ, വളരെ സന്തോഷം. വീട്ടിലാരൊക്കെ ഉണ്ടെങ്കിലേ? വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. എന്റെ ഭാര്യ മരിച്ചു പോയതാ, 17 വർഷമായി. പിന്നെ മക്കളൊക്കെ? മോളും കുടുംബവും UK-യിലാണ്. മോനും കുടുംബവും ദുബൈയിലാണ്. ആഹാ, ഓ ശരി ശരി. അപ്പം എല്ലാവരെയും മക്കളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ അങ്കിളെ, അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാടാമല്ലോ. ഞാൻ പാട്ടിൽ വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ആണോ? അപ്പൊ ധൈര്യമായിട്ടൊരു പാട്ട് പാടിക്കോ. മരുഭൂമിയിൽ തളരാതെ ഞാൻ വരുന്നു നിൻ കൃപയാൽ, ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ, ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. അങ്ങളെ, വളരെ പ്രത്യാശയോടെ ഒരു പാട്ടാ പാടിയത് കേട്ടോ. ദൈവം നമ്മള് വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ അങ്കിളിന് വേണ്ടി പാടേണ്ടത്? എനിക്ക് ഈ പാട്ട് പാടിക്കുണ്ട്. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, ദയവായി. ഈ 2 പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങൾ പാടാം അങ്കിളിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ ആ പാട്ട് അങ്കിളിന് വേണ്ടി പാടും. അപ്പം വീണ്ടും കാണാം. ഇടയ്ക്കെല്ലാം വിളിക്കണം കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളെ ചെങ്ങന്നൂരിൽ നിന്ന് വർഗീസ് അങ്കിളാണ് വിളിച്ചത്. അതെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡ് സ്ഥിരം കാണുന്ന ആളാണ്. അപ്പം നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ശരി. നല്ല നാഥനെ
നമ്മളെ വിളിച്ച വർഗീസ് അങ്കിളായിരുന്നു. വർഗീസ് അങ്കിൾ നല്ലൊരു പാട്ട് പാടിത്തന്നു. വളരെ പ്രത്യാശയുടെ ഒരു ഗാനമായിരുന്നു അത്. അപ്പം നമ്മളോട് ആ സെയിം പാട്ട് തന്നെ പാടാനാണ് പറഞ്ഞത്. അപ്പം ഈ പാട്ട് വർഗീസ് അങ്കിളിനെയും കുടുംബത്തെയും ഒത്തിരി ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാന് കോതമംഗലത്തുനിന്ന്. ആരാണ് പേര് പറയുവാൻ? പേര് സാറാമ്മ. കോതമംഗലത്തുനിന്ന് സാറാമ്മ. ആന്റി, എന്തുണ്ട് വിശേഷം? ഞാൻ വിളിക്കാറുണ്ട്, ഇന്നാള് വിളിച്ചായിരുന്നു. ആണോ? ഓഹോ. ആന്റി, വീട്ടിലെന്തുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? കൊഴപ്പില്ല. ചേട്ടന് ഇച്ചിരി അസുഖമൊക്കെ ഉണ്ട്, ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഓ, ഇപ്പൊ വീട്ടിലുണ്ടോ? ഓ, ശരി. ഇപ്പൊ വീട്ടിലില്ലാത്ത മോന്റെ അടുത്തേക്ക് പോയത്, അവിടെ ആശുപത്രിയിലായിരുന്നു. അപ്പൊ അവിടെ റെസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ. സാറമാൻറ്റി, ഞങ്ങൾക്ക് ആന്റി ആ സംസാരിക്കുന്ന ആ ഒരു സ്ലാങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്നു, കേട്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ലാങ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടനെ കാണാറുണ്ട്. അപ്പൊ പ്രോഗ്രാം എഴുതി കാണിക്കുമ്പോ ഞാൻ വിളിച്ചിട്ടാ നാളെ. ആണോ? ഓ, ശരി ശരി. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മലയാള മോനും മോളും ഡൻകെയറിൽ വർക്ക് ചെയ്യാം. മൂവാറ്റുപുഴ ഡൻകെയറില്. ഓ, ശരി ശരി. ഓക്കെ. മൂത്ത മോന് ടൈൽസർ. ആഹാ. ഓ, ശരി ശരി. മോളും ഡൻകെയറിൽ വർക്ക് ചെയ്യാം. മോളും ഡൻകെയറിൽ വർക്ക് ചെയ്യുന്നത് ആണല്ലേ? എന്തായാലും മോനെ മോളെ ഒക്കെ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. പറയാ അവരോട് ഞാൻ പറയാറുണ്ട്. ഞാനിങ്ങനെ വിളിക്കാറുണ്ട്. അവരോടൊന്ന് വിളിച്ചു നോക്കാനൊക്കെ പറയാറുണ്ട്. ആണോ? ഒത്തിരി സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുന്നതിൽ കേട്ടോ. ഇടയ്ക്ക് ഫേബാമോള് ഒഴിവായിരുന്നല്ലോ. അതെ അതെ. ഓക്കെ. അപ്പൊ വീണ്ടും തിരിച്ചു വന്നു. അതെ, ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ ആന്റി, നല്ലൊരു വരി പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാലോ അല്ലേ? പാടാം. ഓക്കെ, അപ്പൊ പാടിക്കോ. ഞാനവിടെ ഡൻകെയറിലേക്ക് സാറിന്റെ ഓട്ടനൊക്കെ പാടുന്നുണ്ട്. അപ്പൊ പാട്ട് പാടും. ആഹാ. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് പാടിക്കോ. എത്ര നല്ലവൻ നായകൻ, ഏതു നേരത്തും മടക്കിടുന്നവൻ, എണ്ണമില്ലാതുള്ള നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ. നായകനവൻ നമുക്ക് മുമ്പിലായി നൽവരങ്ങളെ കിട്ടുന്നവൻ, നന്ദിയാൽ പാടുന്ന നല്ലവൻ നാടെങ്ങും മഹാസ്നേഹത്തെ. ആന്റി, വളരെ നല്ലതായിട്ട് പാടി കേട്ടോ. പാട്ട് പാടിയൊക്കെ പോവാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട്. അതെ അതെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കി പാട്ടുണ്ട്. നമുക്ക് സമയമൊന്നുമില്ല അങ്ങനെ. അതാണ് നമുക്ക് സമയത്തിന് ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കത് മൊത്തം കേൾക്കാനുള്ള ടൈം ഇല്ല. ഓക്കെ. എനിക്കറിയാലോ, ഞാൻ കേൾക്കാറുണ്ടല്ലോ പറയണേ. അതെ അതെ, എനിക്കറിയാലോ, കേൾക്കാറുണ്ടല്ലോ. അതെ. അപ്പൊ ആന്റി, ഒത്തിരി സന്തോഷം ആന്റി. അപ്പൊ വീണ്ടും വിളിക്കണം. ഞാൻ വിളിക്കാറുണ്ട്. ഓക്കെ. അപ്പം ഇന്ന് ആന്റിയുടെ നല്ലൊരു ടൈമാ, അതാണ് കിട്ടിയത്. അതെ അതെ. അപ്പൊ എല്ലാരും അന്വേഷണം അറിയിക്കണം. പ്രത്യേകിച്ച് ആന്റിയുടെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ കാണുന്ന പ്രേക്ഷകരും പ്രാർത്ഥിക്കും. ഓക്കെ. ഇനി വിളിക്കണ്ടാർന്ന് തോന്നിയാലും വിളിക്കണം കേട്ടോ. ഓക്കെ ആന്റി, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സാറാമ്മ ആന്റി, കോതമംഗലം. അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷം. അല്ല, അതിലൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ വിളിക്കാൻ നമ്മുടെ പ്രേക്ഷകര് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലാണ് വിളിക്കുന്നത്. പല സ്ലാങ്ങുകളും നമുക്കൊരു സന്തോഷമാണ്. അപ്പം സാറമ്മാൻറ്റിയുടെ ആ ഒരു സ്ലാങ്ങും വളരെ ഹൈലൈറ്റ് ആയിരുന്നു അല്ലേ? അപ്പൊ നല്ലൊരു പാട്ട് നമുക്ക് ആന്റിക്ക് പാടിക്കൊടുത്തിട്ട് തിരികെ വരാം. ഓക്കെ. സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ.
സ്നേഹിക്കപ്പെട്ട പാട്ടാണിത്. ആ വരികളുടെ അർത്ഥം തന്നെ ഒത്തിരി വലിയതാണ്. എണ്ണമില്ലാത്ത നന്മകൾ കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം അത് നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലുവാനായി. വളരെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അതിൻ്റെ അടുത്ത സ്റ്റാൻസയും അതുപോലെ തന്നെ കാൽവറിയും സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്ന എൻ്റെ പ്രിയനെ. കാരണം ആ ഒരു നിമിഷം പോലും നമുക്ക് ആ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയാതിരിക്കത്തില്ല. അത്രയും ശരിക്കും നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന വരികളാണ് ആ ഒരു പാട്ടിൻ്റെ വരികൾ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സാറാമാൻ്റിക്ക് ഈ പാട്ട്, വളരെ ചിരിയോടെ സംസാരിക്കുന്ന നമ്മുടെ സാറാമാൻ്റിക്ക് ഈ പാട്ട് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ച് നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ നിർത്തേണ്ട ടൈം ആയിരിക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായൊരു എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കോളേജിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാതിരുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ പാടിയ പാട്ടുകൾ ഞങ്ങൾക്കും വളരെ പ്രയോജനമായിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ നിങ്ങൾക്കും ആശ്വാസമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പം തൻ്റെ ദൂതന്മാരോട് തൻ്റെ ഭക്തന് വേണ്ടി ഓരോ നിമിഷം കാവലേർപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓരോ നിമിഷവും നമുക്ക് അന്ത്യം വരെ അറിയാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ താൽക്കാലികമായി വിട ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.